വെൽക്കം ബാക്ക് ടു DK4 റിവ്യൂ. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ആപ്പിളിൻ്റെ പുതിയൊരു 3 പ്രൊഡക്റ്റുകളെ പറ്റിയാണ്. ആപ്പിളിൻ്റെ മാക്ബുക്ക് പ്രോ വിത്ത് M5, ഐപാഡ് പ്രോ വിത്ത് M5, വിഷൻ പ്രോ വിത്ത് M5 എന്ന് പറയുന്ന ഈ 3 മോഡലുകളെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ആദ്യം തന്നെ M5 ചിപ്പിലേക്ക് വരുമ്പോൾ 3.5% മുന്നത്തെ M4 ചിപ്പിനേക്കാളും AI പെർഫോമൻസിന് വേഗത കൂട്ടിയിരിക്കുകയാണ്. M5 ചിപ്പിലേക്ക് വരുമ്പോൾ 10 കോർ CPU-ലും ഓരോ കോറിലും ആക്സിലറേറ്റർ ആപ്പിൾ വെച്ചിരുന്നുകൊണ്ട് ഏറ്റവും വേഗത്തിൽ തന്നെ അതിന് സ്പീഡപ്പ് ചെയ്യാൻ കഴിഞ്ഞിരുന്നു. പിന്നെ 16 GB റാം ആണ് വരുന്നത്. 10 കോർ CPU, 15% മൾട്ടിപ്പിൾ ടാസ്കിങ്ങിന് മാക്ബുക്ക് M4-നേക്കാളും കൂടുതൽ പവറായിട്ട് വന്നിരിക്കുകയാണ്. പിന്നീട് ഗ്രാഫിക്സിൽ വരുമ്പോൾ 1.6% ഫാസ്റ്റർ ദാൻ M4 എന്നാണ് പറയുന്നത്. പിന്നീട് 3rd ജനറേഷൻ റേ ട്രേസിംഗും ആപ്പിൾ M5 ചിപ്പിലേക്ക് നൽകുകയാണ്. പിന്നീട് യൂണിഫൈഡ് മെമ്മറി 153 GB/s, 30% M4-നേക്കാളും വേഗത കൂടുതലാണ് ഈ ഒരു M5 ചിപ്പിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് തന്നെ. പിന്നീട് മാക്ബുക്ക് പ്രോ M5 14 ഇഞ്ചിന്റെ വേരിയന്റിലേക്ക് ആണ് ആദ്യം തന്നെ ആപ്പിൾ M5 എന്ന് പറയുന്ന ചിപ്പ് നൽകിയിട്ടുള്ളത്. പ്രോസസ്സർ വരുന്നത് M5 ചിപ്പ് തന്നെയാണ്. ബാറ്ററി ലൈഫ് കുറച്ചും കൂടി ഇമ്പ്രൂവ്മെന്റ് ചെയ്യുന്നുണ്ട്. 24 മണിക്കൂർ ആപ്പിൾ പറയുന്നുണ്ട്. ഡിസ്പ്ലേ നോർമൽ ഡിസ്പ്ലേ തന്നെ റെറ്റിന XDR ഡിസ്പ്ലേ ആണ്. ലിക്വിഡ് റെറ്റിന XDR ഡിസ്പ്ലേ ആണ് നൽകുന്നത്. 6 സ്പീക്കറാണുള്ളത്. 12 മെഗാ പിക്സലിന്റെ സെൻട്രൽ സ്റ്റേജ് ക്യാമറ, macOS താഹോ, പിന്നെ ആപ്പിൾ ഇന്റലിജൻസിന്റെ സപ്പോർട്ടും ഈ മോഡലിൽ ലഭിക്കുന്നതാണ്. പിന്നീട് ഐപാഡ് പ്രോ M5ലേക്ക് വരുമ്പോൾ M5 ചിപ്പ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. N1 ചിപ്പ് നൽകിയിരിക്കുകയാണ്. വിത്ത് ബ്ലൂടൂത്ത് 6 ആൻഡ് വൈഫൈ 7 വരുന്നതാണ്. പിന്നെ C1X മോഡം 50% മുന്നത്തെ ഐപാഡിനേക്കാളും വേഗത കൂടുതലായിരിക്കും ഈ മോഡത്തിലൂടെ. 12 GB റാമും നൽകുന്നുണ്ട്. പിന്നീട് വിഷൻ പ്രോ വിത്ത് M5 ചിപ്പിലേക്ക് വരുമ്പോൾ പ്രോസസർ M5 ചിപ്പ് ആണ് നൽകിയിരുന്നത്. പണ്ടത്തെ M2 ചിപ്പാണ്. R1 ചിപ്പ് നൽകിയിട്ടുണ്ട്. ഇൻപുട്ട് പ്രോസസ്സിങ്ങിനാണ് R1 ചിപ്പ് ഉപയോഗിക്കുന്നത്. 10% മോർ പിക്സൽ മൈക്രോ LED നൽകിയിരിക്കുകയാണ് ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ തന്നെ 120 Hz റിഫ്രഷ് റേറ്റ് ഉള്ള ഡിസ്പ്ലേ ആപ്പിൾ നൽകിയിരിക്കുകയാണ്. മുമ്പത്തത് 100 Hz ആയിരുന്നു. ന്യൂ ഡ്യുവൽ നൈഫ് ബാൻഡ് നൽകിയിരിക്കുകയാണ് ആപ്പിൾ. പിന്നെ ബാറ്ററി ലൈഫ് അപ് ടു 3 hours വിത്ത് വീഡിയോ പ്ലേ ബാക്ക് ആണ് നൽകുന്നത്. ബാറ്ററി വലിയ രീതിയിലൊരു ഇമ്പ്രൂവ്മെന്റ് ആപ്പിൾ ഇതുവരെ നടത്തിയിട്ടില്ല. ഇതൊക്കെയാണ് ഈ ഒരു ആപ്പിൾ ഇവന്റിൽ നടന്നിരിക്കുന്ന ആപ്പിളിന്റെ പുതിയ റിലീസുകളെ പറ്റിയിട്ട് പറയാനുള്ളത്. അടുത്ത വീഡിയോ വരുമ്പോഴേക്കും ബൈ.